ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വിസ്മിക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഈസി സ്നാക്കായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിലൊന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു മധുരക്കിഴങ്ങാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ പീൽ ചെയ്യുന്ന ഒരു ഇതുകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ തന്നെ ഇതിൻ്റെ തോലൊക്കെ അങ്ങോട്ട് പോയി കിട്ടിക്കോളും. അപ്പോൾ ഇത് ഞാൻ ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടാണ് എടുത്തിരുന്നത്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിരുന്നു, കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങണ്ട, ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുത്താൽ മതിയെന്ന്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാൻ പോകട്ടോ. ഞാൻ ഇതുവരെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ചെയ്യൽ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാനിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആവിയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കനം കുറച്ച് അരിഞ്ഞ് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ആവിപാത്രം ഇതുപോലെ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെള്ളമൊന്ന് അടിയിൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇത് എനിക്കിതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയിക്കിട്ടി കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടി. അപ്പോൾ പറഞ്ഞത് പോലെ ശരി തന്നെയാണ്. ഇതുപോലെ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇതിൻ്റെ അംശങ്ങളൊന്നും ഇതിൻ്റെ ഗുണങ്ങളൊന്നും പോകില്ല. ഇതുപോലെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഒരു അറിവ് പറഞ്ഞു തന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി അത് പുഴുങ്ങിയത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നമ്മൾ മധുരത്തിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഉരുളൻകിഴങ്ങും ഇതൊക്കെ ഉടച്ചെടുക്കുന്ന ഇങ്ങനത്തെ ഒരു മഷർ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് എല്ലാം പാടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വേണ്ടി വരില്ല, കുറച്ച് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം 1/2 കപ്പിൻ്റെ 3/4 ഭാഗത്തിലേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അതിൽ ബാക്കി ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ പുഴുങ്ങി എടുക്കുമ്പോൾ ഈ നമ്മുടെ മധുരക്കിഴങ്ങിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഇത് നമ്മുടെ ഇവിടെ മധുരക്കിഴങ്ങെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളവിടെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ചക്കരക്കിഴങ്ങെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിവിടെ മധുരക്കിഴങ്ങെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പോളം വരുന്ന തേങ്ങ ഫ്രഷായിട്ട് ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ശർക്കര ഒന്ന് ചീകി എടുത്തതാണ്, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇട്ടില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 3/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടി വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഏലക്കയുടെ പൊടി മാത്രം ചേർത്താലും മതി. 2 കൂടി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പൊടി ഇല്ലെങ്കിൽ ഒന്ന് ചതക്കി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ശർക്കര ഞാൻ ഒന്ന് ചീകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി മധുരം, ഒരു ഓവർ മധുരം വേണ്ട. നമ്മുടെ ഈ മധുരക്കിഴങ്ങിനും ചെറിയൊരു കുഞ്ഞു മധുരം ഉണ്ടാകും. അപ്പോൾ കയ്യിലൊരല്പം വെളിച്ചെണ്ണ കേട്ടോ ആക്കി കൊടുത്തത്. നിങ്ങൾക്കത് നെയ്യ് വേണമെങ്കിൽ നെയ്യും ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മതിയെങ്കിൽ വെള്ളം തൊട്ടിട്ടും ഇങ്ങനെ നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. കയ്യിൽ വെച്ചിട്ട് കുറച്ചൊന്നിങ്ങനെ പരത്തി എടുക്കുക. സാധാരണ ഇതിങ്ങനെ നല്ല പൊടിയുള്ളതായതുകൊണ്ട് ഒന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പരത്തി എടുത്തിട്ട് കുറച്ചുകൂടി വേണമെങ്കിൽ വേറെയും കൂടി ഒരു കുറച്ചും കൂടി ഇതുപോലെ മധുരക്കിഴങ്ങ് എടുത്ത് ഇതിലേക്ക് വെച്ച് ഫില്ലാക്കിയിട്ട് ഇതുപോലെ നമ്മൾ കുഴക്കട്ടയൊക്കെ തയ്യാറാക്കൂലേ, അതുപോലെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ 3 ഷേപ്പിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ താല്പര്യം ആ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും.
വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ലൈക്കൊക്കെ ഒരുപാട് കുറവാണ്, വ്യൂസും ഒരുപാട് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാ രണ്ടാമത്തത് ഞാൻ ഇതിങ്ങനെ തയ്യാറാക്കുന്നുണ്ട്. 3 എണ്ണം ഞാൻ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. പൊട്ടിപ്പോകുന്നത് തോന്നിയിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അടുത്ത നമ്മൾ വേറൊരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതും കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മധുരക്കിഴങ്ങാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല പൊടിയുള്ള ഇതായതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഒട്ടി നിൽക്കൂല. കുറച്ചൊക്കെ ഒന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്കിത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഫില്ലിങ്ങിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വല്ല നട്ട്സൊക്കെ കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം. അപ്പോൾ ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഭാഗത്ത് അങ്ങനെ വെച്ച് കൊടുത്ത് പിന്നെ മറ്റേ ഭാഗത്ത് കൂടി ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു ഷേപ്പാക്കി കിട്ടും കേട്ടോ. ഇതിൻ്റെ അടിഭാഗം കുറച്ച് ഓപ്പണാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഈ മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ ആവിയിൽ ഒന്നും കൂടി വേവിച്ചെടുക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു നല്ലൊരു അടിപൊളി ഷേപ്പിൽ കിട്ടും. മാഷാല്ല, നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കുമ്പോൾ ഒക്കെ ഒരേ ടേസ്റ്റ് തന്നെയാണ്. കാണാനൊരു ഭംഗി ആണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. കണ്ടോ, 3 എണ്ണം ഇങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഒരു വേറെ രീതിയാണ്. നമ്മൾ ഈ ഒരു ബാക്കിയുള്ള മധുരക്കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ ശർക്കരയും തേങ്ങയും മിക്സാക്കി വെച്ചത് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഈ മധുരക്കിഴങ്ങിലേക്ക് ഈ ശർക്കരയും തേങ്ങയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇങ്ങനെയൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഞെക്കിയെടുക്കൂലേ, ആ ഒരു ഷേപ്പിൽ ആക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഇതുപോലെ ആവിപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഇതാ കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ 6 എണ്ണമാണ് ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നത്. 2 ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള 3 എണ്ണം വീതമുള്ള 6 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് ആവിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബാച്ചിലായിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എനിക്കൊരു 7 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കിയിട്ട് ഇത് ചൂടോടുക്ക് തന്നെ ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് അടുത്തത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടോടെ എടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് കണ്ടോ ഒട്ടിപ്പിടിക്കും. ആ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കും. നല്ല ചൂട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ട്. അതും ഇതൊരു 5 മിനിറ്റ് എടുക്കുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കൊണ്ടു. അഭിപ്രായങ്ങളൊന്നും കുറവാണ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണോ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത്. അടിഭാഗം ഒട്ടിപ്പിടിച്ചതുകൊണ്ടാണ് കേട്ടോ അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.